ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പൊരിച്ച പത്തിരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വട്ടുപത്തിരി, കട്ടിപ്പത്തിരി, നെയ്പത്തിരി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഉള്ളിൽ സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള വട്ടുപത്തിരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഇതാ ഈ ഒരു ചെറിയൊരു കപ്പ് കണ്ടോ, ആ ഒരു അളവിൽ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കപ്പിന് തന്നെ 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്കൊരു കൂട്ട് റെഡിയാക്കി എടുക്കാം. 2 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് തേങ്ങ എന്ന തോതിലാണ് കേട്ടോ തേങ്ങ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകം ഇഷ്ടമാണെന്നുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കുക. എനിക്കിപ്പോൾ വലിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പല ഭാഗങ്ങളിലും പല തരത്തിലാണല്ലോ ഇതുണ്ടാക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം. ചെറിയ ഉള്ളി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി തീയൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു കൈ കൊണ്ട് പൊടിയിട്ട് കൊടുക്കുക. ആ പൊടിയിട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കും കൂടി ചെയ്യണം കേട്ടോ. ഓരോരുത്തരും എടുക്കുന്ന പൊടീൻ്റെ അളവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള വെള്ളം കറക്റ്റാണ് കേട്ടോ. നന്നായിട്ട് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. വെള്ളം എല്ലാ ഭാഗത്തും ആവണം. വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുതേ. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. കൂടുതൽ ചൂടാറരുത് കേട്ടോ. നമുക്ക് ചൂടോടുക്കെ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിതാ ഇതുപോലൊരു തളികയിലേക്ക് ഞാൻ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം കരിഞ്ജീരകം വേണം. കറുത്ത എള്ളും ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഞങ്ങൾ കരിഞ്ജീരകമാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. പിന്നെ നമ്മൾ മാവ് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇതുപോലെ പച്ചവെള്ളം ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മാവ് കൊട്ടിക്കൊടുക്കുക. ചൂടോടുക്കാൻ എന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ലോണം കുഴയ്ക്കും തോറും നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരി നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് കൈയൊന്ന് വെള്ളത്തിൽ മുക്കി കൊടുക്കുക. മാവ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പരത്തിയെടുക്കാനുള്ള സൗകര്യത്തിനായിട്ടാണ് 2 ഇതാക്കി വെച്ചിട്ടുള്ളത്. നമുക്കിതൊന്ന് ഒരു ചപ്പാത്തി റോളർ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. നല്ലോണം തിന്നാക്കി പരത്തരുത്. ഒരു അത്യാവശ്യം കട്ടിയിൽ ഒരു 1.5 ഇഞ്ച് കനത്തിലൊക്കെ ഒന്ന് പരത്തിയെടുക്കണം. ഇനി ഇത് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു വട്ടത്തിൽ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് വലുപ്പത്തിൽ നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ഒരു കറക്റ്റ് അളവ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമുക്ക് ഇത് ഇനി മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഈ ഒരു കനത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു കനത്തിൽ തന്നെ എല്ലാ മാവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനെടുത്ത അരിപ്പൊടീൻ്റെ അളവിനനുസരിച്ച് ഞാൻ 28 പത്തിരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയിലോ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഓയിൽ ചൂടാക്കിയെടുക്കുക. നല്ല തിളച്ച ഓയിലിലേക്ക് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. പിന്നീട് കളറ് മാറി വരുന്ന സമയത്ത് ഹൈ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലാക്കി കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കണം. ഒരുപാട് ഗോൾഡൻ കളറാവാൻ നിൽക്കണ്ട. അതിന് മുന്നേ തന്നെ നമുക്കിത് കോരി മാറ്റാം. പിന്നെ തീരെ എണ്ണ കുടിക്കാത്തൊരു പലഹാരം കൂടിയാണ് കേട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ചൂടോടുക്ക ചായൻ്റെ കൂടെയോ അതല്ലാതെ കറി ഉപയോഗിച്ചിട്ടൊക്കെ കഴിക്കാം. ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെയാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൊരിച്ച പത്തിരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ കഴിക്കുക. അതല്ലെങ്കിൽ ചായൻ്റെ ഒപ്പം ചൂടോടൊക്കെ കഴിക്കാനും പറ്റും കേട്ടോ. പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പത്തിരി തന്നെയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ റെസിപ്പീസും വ്ളോഗ്സായിട്ട് പിന്നെ കാണാം. ടാറ്റാ ബൈ, സീ യു.